ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ KSU. പരിയാരം മെഡിക്കൽ കോളേജിൽ മന്ത്രിക്കൊപ്പം നഴ്സുമാരുടെ ഫോട്ടോഷൂട്ട് എന്ന KSU. ആശുപത്രികളിൽ പാലിക്കേണ്ട മര്യാദകൾ ലംഘിച്ചു എന്നാണ് വിമർശനം. മന്ത്രി ICU സംവിധാനം ദുരുപയോഗം ചെയ്തു എന്നും KSU ആരോപിക്കുന്നു. അതേസമയം മന്ത്രി വീണ ജോർജിനെ നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഓൺലൈനായി ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. മന്ത്രി അങ്ങോട്ട് ഡിസ്ചാർജ് ആവശ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജീഷ്, മന്ത്രിയെ നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യത്തിലൊക്കെ മെഡിക്കൽ ബോർഡ് തീരുമാനമെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ ഡിസ്ചാർജ് ഉണ്ടാകുമെന്നാണോ കരുതുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇന്ന് അടിയന്തരമായിട്ട് മെഡിക്കൽ ബോർഡ് ഓൺലൈനായി യോഗം ചേർന്നിരുന്നു. മന്ത്രിയുടെ ആരോഗ്യനില വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ മെച്ചപ്പെട്ടു, കഴുത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ എത്തി എന്ന് വിലയിരുത്തപ്പെട്ടത്. അതിനെ തുടർന്നാണ് മന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ മന്ത്രിക്ക് യാത്ര ചെയ്യാൻ പ്രയാസം ഉണ്ടാകുമെന്ന് വിലയിരുത്തിയതുകൊണ്ടാണ് ഇന്ന് ഒരു ദിവസം കൂടി പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിൽ തുടരാൻ തീരുമാനിച്ചത്. അതിനുശേഷം നാളെ മന്ത്രി തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ഡിസ്ചാർജ് ചെയ്യാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരത്തേക്കായിരിക്കും ഇനി മാറ്റുക, അവിടെയായിരിക്കും തുടർ ചികിത്സ നടത്തുക എന്ന. അതിനിടയിൽ ഈ KSU മന്ത്രിക്കെതിരെയും അവിടുത്തെ സ്റ്റാഫുകൾക്കെതിരെയും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മന്ത്രിയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിയും ഒപ്പം തന്നെ അതിന്റെ കൂടെ നിൽക്കുന്ന ചില സ്റ്റാഫുകളുടെയും ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. അർഹതപ്പെട്ട ഒരുപാട് പേർക്ക് കിട്ടേണ്ട ഒരു ബെഡാണ് മന്ത്രി കയ്യേറിയിരിക്കുന്നത്. അവിടെ മന്ത്രി രോഗമൊന്നുമില്ലാതെ ചികിത്സ തേടിയിരിക്കുന്നു എന്നൊരു ആരോപണമാണ് KSU ഉന്നയിച്ചിരിക്കുന്നത്. അവിടെ മന്ത്രി നഴ്സുമാരോടൊപ്പം ചിരിച്ച് ഉല്ലസിച്ച് ഫോട്ടോയ്ക്ക് സെൽഫി എടുക്കുന്നു എന്നുള്ളൊരു ആരോപണവും വിമർശനവുമാണ് KSU ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.